കുറച്ച് ദിവസമായി നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലെ കൃഷിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇപ്പൊ നമ്മൾ നട്ടിട്ടുള്ളത് ഇതാ നല്ല പാൽച്ചേമ്പ്, അതുപോലെ ചേന കേട്ടോ. ഈ സൈഡിൽ മുഴുവൻ നമ്മൾ പാൽച്ചേമ്പ് നട്ട്. പന്നീന്റെ ശല്യം കാരണം നമ്മൾ വീടിനോട് ചേർന്നിട്ടാണ് പാൽച്ചേമ്പും ചേനയൊക്കെ നട്ടിട്ടുള്ളത്. അപ്പൊ അതിന് വിത്ത് ബാക്കി വന്നത് കുറച്ച് നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നട്ട്. ഇതിനാകുമ്പോൾ പന്നിയൊന്നും അങ്ങനെ കഴിക്കില്ല. നമ്മൾ അടിഭാഗത്ത് എന്തെങ്കിലും കൃഷി ചെയ്യുന്നല്ലോ, മുകളിൽ കുറച്ച് ഷെയ്ഡ് വന്നാലും അടിയിൽ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് ചേനയും ചേമ്പൊക്കെ. അപ്പൊ അത് നട്ടുകൊടുത്ത് നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മൾ കുമ്പത്തിൽ നട്ടാട്ടോ. അപ്പൊ നമ്മളൊക്കെ മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. ആട്ടിൻകാഷ്ടവും വെണ്ണീരൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മണ്ണ് കയറ്റി. ശരിക്കും നമ്മൾ ഓണത്തിന് വിളവെടുക്കാനാണ് ചേനയൊക്കെ നട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ കുമ്പത്തിൽ നട്ടത്. അപ്പൊ കറക്റ്റ് നമുക്ക് ആയി കിട്ടും. പിന്നെ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നോക്ക്, നമ്മൾ മുകളിൽ പന്തൽ വടത്തിന് ഏകദേശം അതിന്റെ തൊട്ടതായി എത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ മുകളിൽ കണ്ട നമ്മൾ UV ഷീറ്റിലൊക്കെ കറ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെളിച്ചം കുറച്ച് കുറവാണ് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും മാറ്റിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ചേന നല്ല പുറത്തുള്ളതൊക്കെ നല്ല കുള്ളൻ ചേനകളാണ്, തൈകളൊക്കെ ചെടികളൊക്കെ. ഇതിനുള്ളത് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ നട്ട ചേനനെക്കാട്ടി ഉഷാറായത് ഇതിൽ നട്ട ചേമ്പാട്ടോ. പുറത്ത് നട്ട പാൽച്ചേമ്പിലും കരുത്തുള്ളത് നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നട്ട പാൽച്ചേമ്പിലാണ്. ഇനി നമ്മൾ മോൾ ഭാഗത്ത് പടർത്തുന്നത് ഇതാ മത്തന്റെ വിത്ത് നട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. 4-5 വിത്ത് നമ്മൾ കുത്തിയതാണ്. ഇപ്പൊ 3 മുളച്ച്. ഇനി നമ്മൾ ഇത് മുകളിലോട്ട് പടർത്തി കൊടുക്കും. ഇപ്പൊ മോൾ ഭാഗത്ത് മൊത്തം മത്തം വന്നോളും. ചിരങ്ങ മാറ്റി അടുത്ത് മത്തനാ. പിന്നെ നമ്മളിതാ ഇതില് കുരങ്ങിന്റെ ശല്യം കാരണമായിട്ട് നമുക്ക് വഴുതന എങ്ങനെ ചെയ്യേണ്ടി വന്ന് ഇതിൽ വഴുതനന്റെ തൈ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുരങ്ങ് ശല്യം കാരണം നമുക്കൊക്കെ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ അവിടെയൊക്കെ വഴുതന കേട്ടോ. പിന്നെ അതാ ഈ ഒരു സമയത്ത് നല്ല മഴയല്ലേ, അപ്പൊ നമുക്ക് ചട്ടിയും ഗ്രോബാഗൊക്കെ നിറയ്ക്കാനുള്ള മണ്ണും മണലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാ. അപ്പൊ അതും നമുക്ക് ഈ റെയിൻ ഷെൽട്ടർ ഈ മഴക്കാലത്ത് പറ്റിയൊരു റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിട്ട്. ഇങ്ങനെ സെറ്റാക്കിയൊക്കെ നമുക്ക് നല്ല ഉണങ്ങി നല്ല പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നട്ട ക്യാബേജിന്റെ തൈ ആട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോക്ക് തൈ വെച്ച് കൊടുക്കാനുള്ളതാണ്. ചെണ്ടുമല്ലി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇത് നമ്മളെ ബുള്ളറ്റ് മുളക്. ഇതിന് വേഗം ഒരു മഞ്ഞളിപ്പ് വരും. ഇതിന് നമുക്ക് ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാനുള്ളതാണ്. ഇത് തക്കാളിയൊക്കെ നമുക്ക് പോക്ക് തൈ, കുറെ പോക്ക് തൈ വരേണ്ടി വന്നു. നല്ല മഴ കാരണം തൈകളൊക്കെ കേടായി പോയി. നമ്മൾ നട്ടത് കഴിഞ്ഞ ആഴ്ച നമ്മൾ തൈകൾ നടുന്നതിന്റെയൊക്കെ വീഡിയോ ഇട്ടാണ്. പിന്നെ കെയിലൊക്കെ ഇതിനുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മഴ കാരണം നമ്മൾ കെയിൽ ഇതിന്റെ ഉള്ളിൽ വെച്ചപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പുതിയ നല്ല ഇലകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നുള്ളിയെടുക്കാം കേട്ടോ. പിന്നെ അസോള നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ട് ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, നല്ല അടിപൊളി അസോള കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ കോഴികൾക്ക് നമ്മൾ പുറത്തുള്ളതാണ് ഇപ്പൊ വാരി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ അസോളയൊക്കെ കൊടുക്കാൻ. അപ്പൊ ഒരു റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പച്ചക്കറി തൈകൾ കൊണ്ടുവെക്കാം, പച്ചക്കറി നട്ടു കൊടുക്കാം, അതുപോലെ ഇതാ ചേനയും ചേമ്പും മുകളിൽ മത്തനും അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പൊ പറ്റുന്ന എല്ലാവരും ഒരു റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്തോളി. നല്ല മഴ വന്നാലും നമ്മളെ വീട്ടാവശ്യത്തിന്റെ പച്ചക്കറി നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാം.